നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നർ ആരൊക്കെയാണെന്നും അവർ എങ്ങനെയാണ് തങ്ങളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തതെന്നും? വെറും ഭാഗ്യം കൊണ്ടാണോ അവർ ഈ നിലയിലെത്തിയത്? അതോ നമുക്കറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ അവരുടെ വിജയത്തിന് പിന്നിലുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. 2025 ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ 15 പേരെയും അവരുടെ ഞെട്ടിക്കുന്ന സമ്പാദ്യത്തെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിത കഥയും അവരുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത വഴികളും നമ്മെ പ്രചോദിപ്പിക്കുന്ന നിരവധി പാഠങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഒരു പക്ഷേ ഈ ലിസ്റ്റിലെ ചിലരെ നിങ്ങൾക്ക് പരിചയമായിരിക്കാം, എന്നാൽ മറ്റു ചിലർ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. നമ്മുടെ ലോകം നിയന്ത്രിക്കുന്ന ഈ വ്യക്തികൾ ആരെല്ലാമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഒരു നിമിഷം പോലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. ഈ യാത്രയുടെ ഓരോ നിമിഷവും നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. കാൾ ഇക്കാൻ ലോകത്തെ ഏറ്റവും വലിയ അതിസമ്പന്നരിൽ 15ാമത്തെ ആളാണ് കാൾ ഇക്കാൻ. ന്യൂയോർക്കിൽ ജനിച്ച ഇദ്ദേഹം കോർപ്പറേറ്റ് റൈഡർ എന്നറിയപ്പെടുന്ന പ്രമുഖ അമേരിക്കൻ നിക്ഷേപകനാണ്. കമ്പനികളിൽ ഓഹരി വാങ്ങി അവരുടെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ സമ്മർദ്ദം ചെലുത്തുന്ന ആക്ടിവിസ്റ്റ് നിക്ഷേപ തന്ത്രത്തിന് ഇദ്ദേഹം പേരുകേട്ടതാണ്. DWA, ഷെവർറോൺ, മെറിലാൻഡ് തുടങ്ങി നിരവധി പ്രമുഖ കമ്പനികളിലെ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഇക്കാൻ എന്റർപ്രൈസസ് എന്ന ഇദ്ദേഹത്തിന്റെ കമ്പനി വൈവിധ്യമാർന്ന വ്യവസായങ്ങളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആസ്തി 30 മുതൽ 35 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 28,300 കോടി രൂപയിലധികം വരും. ഫ്രാൻസ്വാ പിനോൾട്ട് ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നരുടെ പട്ടികയിൽ 14ാമത്തെ ആളാണ് ഫ്രാൻസ്വാ പിനോൾട്ട്. ഫ്രാൻസിലെ പ്രമുഖ വ്യവസായിയായ ഇദ്ദേഹം ആഡംബര ഗ്രൂപ്പായ കെറിങ്ങിന്റെ സ്ഥാപകനാണ്. ഫാഷൻ, ആഭരണങ്ങൾ, വാച്ചുകൾ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ ബ്രാൻഡുകളായ ഗുച്ചി, സെയിന്റ് ലോറന്റ്, ബാലൻസിയാഗ എന്നിവയെല്ലാം കെറിങ്ങിന്റെ കീഴിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലേലശാലകളിൽ ഒന്നായ ക്രിസ്റ്റീസിന്റെ ഉടമസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. കലയിലും കളക്ഷനിലുമൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് പിനോൾട്ട്. ഇദ്ദേഹത്തിന്റെ ആസ്തി 45 മുതൽ 50 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 40,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. മൈക്കിൾ ഡെൽ ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നരിൽ 13ാം സ്ഥാനത്ത് മൈക്കിൾ ഡെൽ എത്തുന്നു. ഡെൽ ടെക്നോളജീസിന്റെ സ്ഥാപകനും നിലവിലെ സിഇഒയുമാണ് ഇദ്ദേഹം. 1984 തന്റെ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് കമ്പ്യൂട്ടറുകൾ അസംബിൾ ചെയ്ത് നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ തുടങ്ങിയ ഇദ്ദേഹം ഈ തന്ത്രത്തിലൂടെ ഡെൽ എന്ന ബ്രാൻഡിനെ പ്രശസ്തമാക്കി. കമ്പ്യൂട്ടർ വ്യവസായത്തിൽ വലിയൊരു ശക്തിയായി ഡെൽ നിലനിൽക്കുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലേക്കും അദ്ദേഹം തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ ആസ്തി 85 മുതൽ 95 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 7.76 ലക്ഷം കോടി രൂപയോളം വരും. അമാൻസിയോ ഓർട്ടേഗ ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരിൽ 12ാം സ്ഥാനത്ത് അമാൻസിയോ ഓർട്ടേഗ വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ റീറ്റെയിലറുകളിൽ ഒന്നായ ഇൻഡിടെക്സിന്റെ സ്ഥാപകനാണ് ഈ സ്പാനിഷ് വ്യവസായി. സാറ എന്ന ഇദ്ദേഹത്തിന്റെ പ്രധാന ബ്രാൻഡ് ഫാസ്റ്റ് ഫാഷൻ എന്ന ആശയത്തിന് തുടക്കമിട്ടു. ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡുകൾ വേഗം തന്നെ സ്റ്റോറുകളിൽ എത്തിച്ച് അദ്ദേഹം വൻ വിജയം കൈവരിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ 14ാം വയസ്സിൽ സ്കൂൾ വിട്ട് വസ്ത്രനിർമ്മാണത്തിൽ പ്രവേശിച്ച് സ്വയം കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആസ്തി 95 മുതൽ 105 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 8.86 ലക്ഷം കോടി രൂപയോളം വരും. മുകേഷ് അംബാനി ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 11ാം സ്ഥാനമാണ് മുകേഷ് അംബാനിക്ക്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇദ്ദേഹം. പിതാവ് ധീരുഭായ് അംബാനി സ്ഥാപിച്ച റിലയൻസിനെ അദ്ദേഹം പെട്രോമെഡിക്കൽസ്, ഊർജം എന്നീ മേഖലകളിൽ നിന്ന് ടെലികോം, റീറ്റെയിൽ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നീ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചു. ജിയോയിലൂടെ ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്ന ഇദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആസ്തി 105 മുതൽ 115 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 9.18 ലക്ഷം കോടി രൂപയോളം വരും. സ്റ്റീവ് ബാൾമർ ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 10ാം സ്ഥാനത്ത് വരുന്നത് സ്റ്റീവ് ബാൾമർ ആണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിൽഗേറ്റ്സിന്റെ സഹപാഠിയായിരുന്ന ഇദ്ദേഹം 1980 മൈക്രോസോഫ്റ്റിൽ ചേർന്നു. 2000 മുതൽ 2014 വരെ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആയിരുന്ന ഇദ്ദേഹം കമ്പനിയുടെ വരുമാനം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 2014 മൈക്രോസോഫ്റ്റിൽ നിന്ന് വിരമിച്ച ശേഷം NBA ടീമായ ലോസ് ആഞ്ചലസ് ക്ലിപ്പേഴ്സ് വാങ്ങുകയും കായിക ലോകത്ത് സജീവമാകുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ വ്യക്തിത്വം ഏറെ ശ്രദ്ധേയമാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി 110 മുതൽ 120 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 9.85 ലക്ഷം കോടി രൂപയോളം വരും. ബിൽ ഗേറ്റ്സ്
ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ബിൽഗേറ്റ്സ് വരുന്നത്. 1975-ൽ പോൾ അലനോടൊപ്പം മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ച ഇദ്ദേഹം കമ്പ്യൂട്ടിംഗ് ലോകത്തെ വിപ്ലവം സൃഷ്ടിച്ചു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയും മറ്റ് സോഫ്റ്റ്വെയറുകളിലൂടെയും ഇദ്ദേഹം പേഴ്സണൽ കമ്പ്യൂട്ടർ യുഗത്തിന് വഴിയൊരുക്കി. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയായ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലൂടെ ആഗോള ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആസ്തി 120 മുതൽ 130 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 10.68 ലക്ഷം കോടി രൂപയോളം വരും. വാറൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 8ാം സ്ഥാനത്ത് വാറൻ ബഫറ്റ് ആണ്. ബഹാമയിലെ ഓർക്കിൾ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വിജയകരമായ നിക്ഷേപകരിൽ ഒരാളാണ്. ബെർക്ക്ഷൈർ ഹാത്വേ എന്ന ഇദ്ദേഹത്തിന്റെ നിക്ഷേപത്തിലൂടെ കോക്ക്, ആപ്പിൾ, അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങി നിരവധി വലിയ കമ്പനികളിൽ ഇദ്ദേഹത്തിന് ഓഹരികളുണ്ട്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന തന്ത്രത്തിലൂടെ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇദ്ദേഹം തന്റെ ആസ്തിയുടെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 130 മുതൽ 140 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 11.52 ലക്ഷം കോടി രൂപയോളം വരും. സെർജി ബ്രിൻ ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 7ാം സ്ഥാനത്ത് സെർജിൻ ബ്രിൻ ആണ്. റഷ്യൻ വംശജനായ സെർജി ബ്രിൻ ലാറി പേജിനൊപ്പം 1998-ൽ ഗൂഗിൾ സ്ഥാപിച്ചു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് പഠനകാലത്താണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. ഡാറ്റ മൈനിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ഗൂഗിളിന്റെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിന്റെ പ്രത്യേക പദ്ധതികളിലും ഗവേഷണങ്ങളിലും ഇദ്ദേഹം സജീവമായി ഇടപെടുന്നു. മനുഷ്യരാശിയുടെ ഭാവിക്ക് പ്രയോജനകരമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ സെർജി ബ്രിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആസ്തി 131 മുതൽ 142 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 11.69 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരും. ലാറി പേജ് ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാറി പേജ് ആണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് പഠനം നടത്തുമ്പോൾ സെർജി ബ്രിന്നിനൊപ്പം 1998-ൽ ഗൂഗിൾ സ്ഥാപിച്ച ഇദ്ദേഹം ലോകമെമ്പാടുമുള്ള വിവരങ്ങൾ ക്രമീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലൂടെയാണ് പ്രവർത്തിച്ചത്. ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിന്റെ സ്ഥാപകനും മുൻ സിഇഒയുമായിരുന്നു ഇദ്ദേഹം. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും സ്വയംഭരണ സംവിധാനങ്ങളിലും ലാറി പേജിന് വലിയ താല്പര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ ആസ്തി 135 മുതൽ 145 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 11.94 ലക്ഷം കോടി രൂപയോളം വരും. ലാറി എലിസൺ ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് വരുന്നത് ലാറി എലിസൺ ആണ്. 1977-ൽ ഒറാക്കിൾ കോർപ്പറേഷൻ സ്ഥാപിച്ച ലാറി എലിസൺ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്ന് കെട്ടിപ്പടുത്തു. കമ്പ്യൂട്ടർ ലോകത്ത് ഡാറ്റാബേസുകൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയ ഇദ്ദേഹം ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലേക്കും തന്റെ കമ്പനിയെ നയിച്ചു. ടെസ്ലയുടെ ബോർഡംഗം കൂടിയായ ഇദ്ദേഹം വലിയ ആഡംബര ജീവിതങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്കും പേരുകേട്ട വ്യക്തി കൂടിയാണ്. ഹവായൻ ദ്വീപായ ലനായിയുടെ ഭൂരിഭാഗം ഓഹരികളും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി 145 മുതൽ 155 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 12.77 ലക്ഷം കോടി രൂപയോളം വരും. മാർക്ക് സക്കർബർഗ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാർക്ക് സക്കർബർഗ് ആണ്. 2004-ൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സഹപാഠികൾക്കൊപ്പം ഫേസ്ബുക്ക് സ്ഥാപിച്ച ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ശൃംഖലകൾക്ക് പിന്നിലെ പ്രധാന വ്യക്തിയാണ്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ പ്ലാറ്റ്ഫോംസ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം എന്നീ കമ്പനികളും സ്വന്തമാക്കി. വെർച്വൽ റിയാലിറ്റി, മെറ്റാവേഴ്സ് എന്നിവയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ മാറ്റിയ സക്കർബർഗ് മനുഷ്യർ പരസ്പരം സംവദിക്കുന്ന രീതിയെ മാറ്റിയെഴുതാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആസ്തി 160 മുതൽ 170 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 14.03 ലക്ഷം കോടി രൂപയോളം വരും. ജെഫ് ബസൂസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1994-ൽ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോറായി ആമസോൺ ആരംഭിച്ച ജെഫ് ബസൂസ് ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ശില്പിയാണ്. പിന്നീട് ഇത് വെബ് സേവനങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വിനോദം, പലചരക്ക് തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു. ഉപഭോക്തൃ സംതൃപ്തിക്ക് ഊന്നൽ നൽകിയുള്ള ഇദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങൾ ആമസോണിനെ ആഗോള ഭീമനാക്കി മാറ്റി. 2021-ൽ ആമസോൺ സിഇഒ സ്ഥാനം ഒഴിഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ തന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ, ദ വാഷിംഗ്ടൺ പോസ്റ്റ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആസ്തി 185 മുതൽ 195 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 16.10 ലക്ഷം കോടി രൂപയോളം വരും. ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇലോൺ മസ്ക് ആണ്.
ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും ധീരരായ സംരംഭകരിൽ ഒരാളാണ്. ടെസ്ലയിലൂടെ ഇലക്ട്രിക് വാഹന വിപണിയിലും, സ്പേസ് എക്സിലൂടെ ബഹിരാകാശ യാത്രകളിലും, എക്സിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു. പേപാൽ സ്ഥാപകരിൽ ഒരാളായിരുന്ന ഇലോൺ മസ്ക് പിന്നീട് ടെസ്ലയെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വാഹന കമ്പനിയാക്കി മാറ്റി. ചൊവ്വയിൽ മനുഷ്യവാസം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം സ്പേസ് എക്സ് ആരംഭിച്ചത്. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ചിലപ്പോൾ വിവാദപരമായ പല പരാമർശങ്ങളും ഇദ്ദേഹത്തെ എന്നും വാർത്തകളിൽ നിറക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആസ്തി 210 മുതൽ 225 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 18.37 ലക്ഷം കോടി രൂപയോളം വരും. ബെർണാൾഡ് അർണോൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അർണോൾഡ് ആണ്. ഫ്രഞ്ച് ആഡംബര വസ്തുക്കളുടെ രാജാവായ LVMHന്റെ ചെയർമാനും സിഇഒയുമാണ് ബെർണാൾഡ് അർണോൾഡ്. ലൂയി വിറ്റൺ, ക്രിസ്ത്യൻ ഡിയോർ, ടിഫാനി ആൻഡ് കോ, സെഫോറ, ഹെനസി തുടങ്ങി 75-ലധികം ആഡംബര ബ്രാൻഡുകളുടെ ഒരു സാമ്രാജ്യമാണ് ഇദ്ദേഹം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. ഫ്രാൻസിലെ ഒരു നിർമ്മാണ കുടുംബത്തിൽ ജനിച്ച അർണോൾഡ് 1980-കളിൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ആഡംബര മേഖലകളിലേക്ക് തിരിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള ബിസിനസ് തന്ത്രങ്ങൾ LVMHനെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കമ്പനിയാക്കി മാറ്റി. കലയിലും സംസ്കാരത്തിലും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ ആസ്തി 220 മുതൽ 235 ബില്യൺ ഡോളർ വരെയാണ്. ഇത് ഏകദേശം 19.45 ലക്ഷം കോടി രൂപയോളം വരും. നമ്മൾ ഇന്ന് കണ്ട ഈ അതിസമ്പന്നന്മാരുടെ വിജയം കേവലം ഒരു ഭാഗ്യമല്ല, മറിച്ച് അചഞ്ചലമായ കഠിനാധ്വാനം, നൂതന ആശയങ്ങൾ, ദീർഘവീക്ഷണം, മാറുന്ന സാഹചര്യങ്ങളെ മുതലെടുക്കാനുള്ള കഴിവ് എന്നിവയുടെ എല്ലാം ഫലമാണ്. അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യ, ഉപഭോക്തൃ സേവനങ്ങൾ, ആഡംബര വസ്തുക്കൾ, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലൂടെ അവർ ലോകത്ത് മുന്നോട്ട് നയിക്കുന്നു. ഭാവിയിൽ പുതിയ വ്യവസായങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലൂടെ ഈ അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ കൂടുതൽ പേർ എത്താൻ സാധ്യതയുണ്ട്. ലോകം മാറുന്നതിനനുസരിച്ച് ഈ പട്ടികയിലും മാറ്റം വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും പുതിയ വീഡിയോകൾക്കുമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.